ഈ ലൈനും പ്ലെയിനുമായിട്ടുള്ള ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ വരിക, ഒരു ലൈൻ ഈ പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോ ഈ ഇന്റർസെക്ഷൻ ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ ആൻഡ് ദ പ്ലെയിൻ. ഈ പോയിന്റിനെ x0 y0 z0 നമുക്ക് എടുക്കാം. എന്തായാലും ലാസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ട് ഈ പ്ലെയിനും ഈ ലൈനും തമ്മിൽ പാരലൽ അല്ല എന്ന് മനസ്സിലാക്കിയ കാരണം അങ്ങനെയാണ്. ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും, പ്ലെയിനിൽ നിന്നുള്ള നോർമലും ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരൊക്കെ? രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരൊക്കെയാ? ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെങ്കിൽ ആ പ്ലെയിനിൽ നിന്നുള്ള നോർമലും ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും. ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെങ്കിൽ ഈ പ്ലെയിനിന് നോർമൽ വെക്ടറും ലൈനിന് പാരലൽ ആയിട്ടുള്ള പാരലൽ വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. നമുക്കറിയാം ax പ്ലസ് by പ്ലസ് cz പ്ലസ് = d എന്ന പ്ലെയിനിന്റെ നോർമൽ ആരാണ്? ai പ്ലസ് bj പ്ലസ് ck അല്ലെ. x = x0 പ്ലസ് at, y = y0 പ്ലസ് bt, z z0 പ്ലസ് ct എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആരാണ്? അല്ലെങ്കിൽ x x0 പ്ലസ്, അവിടെ ആൾക്കാരെ മാറ്റാം, x x0 പ്ലസ് lt, y0 പ്ലസ് mt, z z0 പ്ലസ് nd എന്ന ലൈനിന്, ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആരാണ്? ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ li പ്ലസ് mj പ്ലസ് nk. അപ്പോ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടറും ഇത് രണ്ടും കിട്ടും. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വെക്ടേഴ്സിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുമോ നോക്കിയാൽ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ലൈൻ ഇതാണ്. x = 3 + 8t, y = 4 + 5t, z = -3 - t. അപ്പൊ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ, ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ 8i + 5j - k. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്ലെയിൻ ഇതാ. ഈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആരാ? അത് i - 3j + 5k. ഇവയുടെ ഡോട്ട് എടുത്താൽ, ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് എടുക്കുന്നത് എങ്ങനെയാ? 8 × 1 + 5 × -3 + 1 × -1 × 5 is not equal to 0. So these two vectors are not perpendicular. So the plane is not parallel to അല്ലെ. ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടറും ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് പ്ലെയിനും ലൈനും തമ്മിൽ എന്തല്ല? പ്ലെയിനും ലൈനും തമ്മിൽ പാരലൽ അല്ല. അങ്ങനെ ഒരു കൺക്ലൂഷനാണ് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ എത്തിയത് അല്ലെ. ഇപ്പൊ ചോദിച്ചിരിക്കുന്നു, അങ്ങനെ പാരലൽ അല്ലാത്ത ലൈനും പ്ലെയിനും എന്താവും? ഇന്റർസെക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? x0 y0 z0 ആണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് എടുത്തു വെച്ചു. Let x0 y0 z0 be the point of intersection of the line and the plane. Let x0 y0 z0 be the point of intersection of the given line and the given plane.
ലൈനും പ്ലെയിനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് x0 y0 z0 എന്ന് എടുക്കും. അപ്പൊ ഉറപ്പായിട്ട് ഈ x0 y0 z0 എന്ന പോയിന്റ് എവിടത്തൊക്കെ പോയിന്റ് ഒക്കെ ആയിരിക്കും? x0 y0 z0 എന്ന പോയിന്റ് എവിടത്തൊക്കെ പോയിന്റ് ആയിരിക്കും? ലൈനിലെ പോയിന്റും ആയിരിക്കും, പ്ലെയിനിലെ പോയിന്റും ആയിരിക്കും അല്ലെ? ഈ പോയിന്റ് ലൈനിലെ പോയിന്റും ആയിരിക്കും, പ്ലെയിനിലെ പോയിന്റും ആയിരിക്കും. എന്ന് വെച്ചാൽ ലൈനിനെയും സാറ്റിസ്ഫൈ ചെയ്യും, പ്ലെയിനിനെയും സാറ്റിസ്ഫൈ. ദാറ്റ് ഈസ് the line, the given line passing through x0 y0 z0 എന്ന് വെച്ചാലോ ആ x0 y0 z0 നെ സാറ്റിസ്ഫൈ ചെയ്യാലോ. എന്ന് വെച്ചാൽ എന്താണ്? x is equal to 3 plus 8, 3 plus 8 ൽ x ന് x0 കൊടുക്കാം. x0 is equal to 3 plus 8t comma y is equal to y0 plus y0 plus 4 plus 5 y is equal to sorry y0 is equal to 4 plus 5t comma z0 is equal to minus 3 minus t. ഇവിടെ x ന്റെയും y ന്റെയും z ന്റെയും പ്ലേസിൽ x0 y0 z0 കൊടുക്കും. ഇനി also the plane x0 y0 z0 is a point on the plane. Also x0 y0 z0 be a point on the given plane. അപ്പോ തന്നിരിക്കുന്ന പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് x0 y0 z0 എങ്കിൽ x0 y0 z0 പ്ലെയിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോഴെന്താവും? ദാറ്റ് ഈസ് x0 minus 3y plus 5z is equal to 12. നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1 x0 y0 z0 ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 in equation 2 then എന്താവും? നമുക്ക് അവിടെ ന്റെ വാല്യൂ കിട്ടുമല്ലോ. ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ x0 y0 z0. അപ്പോൾ substituting 1 in 2, substituting equation 1 in equation 2 implies x0 ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 3 plus 8t minus 3 into y0 ന്റെ ഇവിടെ y0 x0 y0 z0 y0 ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 4 plus 5t plus 5 into z0 ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? minus 3 minus t is equal to 12 അല്ലെ? അതായത് x0 ന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? 3 plus 8t, y0 ന്റെ പ്ലേസിൽ 4 plus 5t, z0 ന്റെ പ്ലേസിൽ minus 3 minus t കൊടുത്തു. ഇവിടെ x0 ന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുത്തു, y0 ന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുത്തു, z0 ന്റെ പ്ലേസിൽ minus 3 minus t. അപ്പോൾ എന്താവും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. 3 plus 8t 3 plus 8t minus 3 into 4 minus 12 minus 15t minus 12 minus 15t minus 12 minus 15t അടുത്ത് minus 15 minus 5t minus 15 minus 5t is equal to 12. ഇവിടെ എന്താവും? minus 20t plus 8t minus 12t minus 12 minus 15 minus 27 minus 27 minus 24 is equal to 12. 12t is equal to plus 12 ആവും, minus 12 ആവും. ഇല്ലല്ലോ. 12 plus 24
minus 12t is equal to 36, t is equal to 3 minus 3. അപ്പൊ ടിന്റെ വാല്യൂ -3 ആകുമ്പോഴാണ് ഈ ലൈൻ ആ പ്ലെയിനിലൂടെ പാസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ, then the point of intersection is point of intersection കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ ലൈനിന്റെ ഇക്വേഷനിൽ ടിന്റെ പ്ലേസിൽ -3 കൊടുത്താൽ മതി. then the point of intersection is ഇവിടെ ടിന് x is equal to 3 plus 8t, x is equal to 3 plus 8t, അവിടെ എന്ത് കൊടുക്കുക, x is equal to 3 plus 8 into -3, that is x is equal to 3 minus 24 minus 21. അടുത്ത x is equal to 4 plus 5t, 4 plus 5t, അവിടെ t ന്റെ പ്ലേസിൽ -3 കൊടുത്താലോ, y is equal to 4 plus 5 into -3, y is equal to 4 minus 15 minus 11. അടുത്ത z is equal to അതാ -3 minus t, -3 minus t, so z is equal to -3 minus -3 is equal to +3, z is equal to 0. Thus the point of intersection of the given line and the plane is, thus the point of intersection of the line and the plane is -21 minus 11 0. Next, intersecting planes. നേരത്തെ ഒരു ലൈനും പ്ലെയിനും ഇന്റർസെക്ട് ചെയ്ത കഥയാ പറഞ്ഞേ. ഇനി രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്തു. Two distinct intersecting planes like this. Two distinct intersecting planes. Another plane like this. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യാം. So അപ്പോൾ ഈ രണ്ട് പ്ലെയിനുകൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ there are two positive angles of intersection. One is this theta and other is this. This is 180 minus theta. That is, one is acute angle. Acute angle means 0 less than or equal to theta less than or equal to 90 degree. And
and the supplement of the angle is 180 minus theta. If n1 and n2 are two normals, suppose if n1 and n2 are two normals, n1 and n2 are two normals, if n1 and n2 are normals to the planes, first plane the normal n1 ആണ്, second plane the normal n2 ആണെങ്കിൽ, then depending on the directions of n1 and n2, then depending on the directions of n1 and n2, the angle theta is either the angle between n1 and n2 or the angle between n1 and minus n2. That is depending on the situation. Then the acute angle between the planes. Then the acute angle between the planes. Here, the acute angle between the planes is. Then the acute angle between the planes. Theta and acute angle and theta kandupidikkan the formula cos theta is equal to n1 dot n2 and the numerical value edutha madi divided by norm of n1 into norm of n2. This is the formula we use to find the angle between two planes. Suppose n1 and n2 are two. Suppose n1 and n2 are two planes of two normals. Suppose like this. Suppose this is n1. The black plane normal is red plane normal is. So then n1 and n2 are two normals. Suppose this is n2 and this is n1. Then the angle between these two planes theta is cos theta is equal to n1 dot n2 dot n1 n2 vectors ആണല്ലോ, അറിയാലോ, normal vectors ആണ്. n1 dot n2, numerical value of n1 dot n2 by norm of n1 into norm of n2. This is the basic formula. Question: find the acute angle of intersection between acute angle of intersection. Find the acute angle of intersection between two planes. Between the two planes, two x minus 4y plus 4z is equal to 6 and 6x plus 2y minus 3z is equal to 4. Find the acute angle of intersection between the two planes. 2x minus 4y plus 4z is equal to 6 and 6x plus 2y minus 3z is equal to 4. So given two planes, we can find easily the normals of these two planes. What are the normals? Given 2x minus 4y plus 4z is equal to 6 is one plane, is a plane. And what is the normal to this plane? Then the normal to this plane is
then the normal to this plane is, what is the normal? N1 is equal to 2i minus 4j plus 4. Next, also given another line, 6x plus 2y minus 3z is equal to 4. Is a plane. This plane. This plane is normal. Ax plus by plus cz is equal to d and the plane is normal. Ai plus bj plus ck. Now, this 6x plus 2y minus 3z is equal to 4 and the plane is normal. 6i plus 2j minus 3k. Then the normal to the second plane. Then the normal to the second plane is n2, vector n2 is equal to 6i plus 2j minus 3k. And normal n1 and n2 then we have cos theta is equal to, n1 dot n2 by n1 dot and what is n1 dot n2? 2i minus 4j plus 4k dot 6i plus 2j minus 3k. What is the dot product? 2 into 6, 12, minus 4 into 2, minus 8, plus 4 into 3, minus 12. So, answer is minus 8. Dot product is minus 8. What is norm of n1? Norm of n1 is root of 2 square plus minus 4 square plus 4 square. So equal to root of 4 plus 16 plus 16. Root of 36 is 6. What is norm of n2? Norm of n2 is root of 6 square plus 2 square plus minus 3 square. Is equal to root of 36 plus 4 plus 9, that is root of 49, that is 7. Plus or minus 7 length plus. We have cos theta is equal to, what is cos theta? And plane angle theta angle cos theta formula norm of modulus of n1 dot n2 by norm of n1 into norm of n2. So cos theta is equal to modulus of minus 8. Modulus of minus 8 by norm of n1. Norm of n1 is 6 and norm of n2 is 7. 6 into 7. So 8 divided by 6 into 7, that is 4 divided by 3 into 7, that is 4 by 21. Cos theta is equal to 4 by 21. So theta is cos inverse 4 by 21. Approximately this is 79 degree. Next, find an equation for the line. Find an equation for the line. Find an equation for the line capital L and the equation for the line L of intersection of the planes
Find an equation for the line L of intersection of the planes. Find an equation for the line of intersection of the planes. രണ്ട് പ്ലെയിനുകൾ ഇത് കണ്ടില്ലേ, രണ്ട് പ്ലെയിനുകൾ നമ്മൾ രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് നോക്കണം. ഇവിടെ മിക്കടയിൽ ലൈൻ ഉണ്ട് അല്ലെ, രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ ഇവിടെയാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ലൈനിന്റെ രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ലൈൻ അവിടെ ഉണ്ടാവുമല്ലോ, ആ ലൈനിന്റെ പോയിന്റ്സ് ആണ്, ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് അവർ ചോദിക്കുന്നത്. Find an equation for the line of intersection of the planes 2x minus 4y plus 4z is equal to 6 and 6x plus 2y minus 3z is equal to 4. ഈ രണ്ട് പ്ലെയിനുകൾക്കും ഇടയിലുള്ള ലൈൻ, ഈ രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ. അപ്പോ ലൈനിന്റെ ഇക്വേഷനല്ലേ വേണ്ടേ? അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഇപ്പൊ രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ അറിയണം, പിന്നെ ഈ ലൈനിലെ ഒരു പോയിന്റ് അറിയണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൈൻ വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ പോയിന്റ് x0 y0 z0 ആണെങ്കിൽ x is equal to x0 plus at, y is equal to y0 plus bt, z is equal to z0 plus ct എന്ന് നമ്മൾ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കും. നോക്കാം. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യാൻ പോണ പണിയെന്ന് വെച്ചാല് രണ്ട് പ്ലെയിനിന്റെ നോർമൽ എടുത്താൽ നമുക്ക് എളുപ്പമാണ്. രണ്ട് പ്ലെയിനിന്റെ നോർമൽ ഇങ്ങനെ എടുക്കാൻ പറ്റും വിചാരിക്കുക. എങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കും, ബോർഡിൽ വരയ്ക്കും പ്രശ്നം ഉണ്ടാവും. രണ്ട് പ്ലെയിൻ നോർമൽസ് എടുക്കുക. ഇനി ഈ നോർമലിന്റെ ഒന്നാമത്തെ നോർമലിനെ n1 എന്നും രണ്ടാമത്തെ നോർമലിനെ n2 എന്ന് വിളിച്ചാല് നമുക്ക് n1 cos n2 എന്നൊരു വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ n1 cos n2 എന്ന വെക്ടർ n1 എന്ന വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, n2 എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ. നമുക്കറിയാലോ വാട്ട് ഈസ് a cos b? a cos b is a vector normal to both a and b. കേട്ടിട്ടില്ലേ? a cos b is a vector orthogonal to both vector a and vector b. എ എന്ന വെക്ടറിനും ബി എന്ന വെക്ടറിനും ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടറാണ് എ കോസ്. അപ്പോ n1 എന്ന വെക്ടറിനും n2 എന്ന വെക്ടറിനും ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടറാണ് n1 cos n2. ഈ n1 cos n2 എന്ന വെക്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ പാരലൽ ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും n1 cos n2. അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നോർമൽസിന്റെ ഇക്വേഷൻസിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ അവിടെ അത് XY പ്ലെയിനിലാണെങ്കിൽ സെറ്റിന് 0 കൊടുത്ത് XY പ്ലെയിനിലെ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് find the normals to the given lines. Let n1 and n2 are the normals to the given planes.
തന്നിരിക്കുന്ന പ്ലെയിൻസിന്റെ നോർമൽസ് ആണ് n1 n2. That is, what is n1? 2i minus 4j plus 4k. What is n2? രണ്ടാമത്തെ പ്ലെയിൻ നോർമൽ 6i plus 2j minus 3k. ഇതറിയാൻ പാടില്ലാത്തവരില്ലല്ലോ. ഒരു പ്ലെയിന്റെ ഇക്വേഷൻ തന്നാൽ ആ പ്ലെയിന് നോർമൽ, ആ പ്ലെയിന്റെ നോർമൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. ax plus by plus ez is equal to d എന്ന പ്ലെയിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ ആണ് ai plus bj plus ck. അതുപോലെ ഇവിടെ ഇനി രണ്ട് ഇത് നോക്കി. ഇനി നിങ്ങൾ മനസ്സിൽ രണ്ട് വെക്ടർ എന്ന് വിചാരിക്കുക. n1 ഒരു വെക്ടർ ആണ്, n2 എന്ന വെക്ടർ. n1 ഉം n2 ഉം വെക്ടർ ആണെങ്കിൽ n1 എന്ന വെക്ടറിനും n2 എന്ന വെക്ടറിനും നോർമൽ ആയിട്ടുള്ള വെക്ടർ ആണ് n1 cos n2 എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. So what is n1 cos n2? What is n1 cos n2? How to find the product? Cos product I j k 2 minus 4 4 6 2 minus 3. So I into 12 minus 8 minus j into minus 6 minus 24 plus k into 4 minus plus 24 അല്ലേ. So 12 minus 8 4i minus 6 minus 24 minus 30 plus 30j plus 28k. This is the vector perpendicular to both n1 and n2. n1 cos n2 is this. This vector is perpendicular to both n1 and n2, and this vector is parallel to the required line. നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ്. അതായത് let v is equal to let v is equal to കിട്ടിയല്ലോ n1 cos n2 നെ v എന്നത് നമുക്കറിയാം. v ഓർത്തോഗണലാണ്. n1 cos n2 is orthogonal to n1. അപ്പോൾ since v is n1 cos n2 ൽ v, since v is orthogonal to n1, n1 എന്ന വെക്ടറിന് ഓർത്തോഗണലാണ് v എന്ന വെക്ടർ, then it is parallel to the first plane. Then it is v is parallel to the first plane. ഫസ്റ്റ് പ്ലെയിന് പാരലൽ ആണ്, ശരിയല്ലേ? ഇത് നമ്മുടെ പ്ലെയിൻ, ഇതാണ് ഫസ്റ്റ് പ്ലെയിൻ. ഫസ്റ്റ് പ്ലെയിന്റെ നോർമൽ ആണ് ഇത് വരച്ചിരിക്കുന്നത്. ഈ നോർമലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് വി, ഇതാ കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോ വി എന്ന് വെച്ചാൽ ഈ ലൈനിന്, ഈ പ്ലെയിനിന് പാരലൽ അല്ലേ? ഈ പ്ലെയിനിന് പാരലൽ അല്ലേ മുകളിൽ കിടക്കുന്ന വി എന്ന വെക്ടർ? ക്ലിയർ അല്ലേ? എത്തിക്കറിയുന്നു. ഇവിടെ തന്നിരിക്കുന്ന പ്ലെയിൻ ആണ് ഈ പ്ലെയിൻ. ഈ കാണുന്ന എന്താ, ഞാൻ ഈ ഗ്രീൻ കളറിൽ നോട്ട് ചെയ്തിരിക്കുന്ന പ്ലെയിൻ ആണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലെയിൻ, ഫസ്റ്റ് പ്ലെയിൻ. ഈ ഫസ്റ്റ് പ്ലെയിന് നോർമൽ ആണ് ഈ റെഡിൽ വരച്ചിരിക്കുന്ന നോർമൽ n1 അല്ലെ. ഈ നോർമലിന് പെർപെൻഡിക്കുലർ ആണ് നമുക്ക് കിട്ടിയ n1 cos n2 v. അതിലെങ്ങനെയാണല്ലോ. അപ്പൊ v എന്ന വെക്ടറും നമ്മുടെ പ്ലെയിനും തമ്മിൽ എന്താണ്? പാരലൽ ആണല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So since v is orthogonal to n1, then n1 ആണല്ലോ, then it is parallel to the first plane. And v is orthogonal to n2, and v is orthogonal to n2, then it is parallel to the second plane. അല്ലെ, v എന്നുള്ളത് n2 എന്ന പ്ലെയിൻ, n2 എന്ന വെക്ടറിന്, n2 എന്ന് വെച്ചാൽ സെക്കൻഡ് പ്ലെയിനിന്റെ നോർമൽ അല്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സെക്കൻഡ് പ്ലെയിനിന് പാരലൽ ആയിരിക്കും v. അപ്പൊ v ആർക്കൊക്കെ പാരലൽ ആണ്? v is parallel to first plane and v is parallel to second plane. v is parallel to the first plane and v is
parallel to the second plane. ഈ ഫസ്റ്റ് പ്ലെയിനും പാരലാണ്, ഈ സെക്കൻഡ് പ്ലെയിനും പാരലാണ്. അപ്പോ ബി ആർക്ക് പാരലാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന് പാരലാണ്. നമുക്ക് രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനല്ലേ കണ്ടുപിടിക്കേണ്ടേ. Thus, and that is B is parallel to the line L. നമുക്ക് L എന്ന ലൈനല്ലേ കണ്ടുപിടിക്കണ്ടേ. ആരെ L എന്ന ലൈൻ the intersection of the two planes. The intersection of the two planes. The intersection of the two planes. The two given planes. ഇനി നമുക്ക് L എന്ന ലൈൻ കണ്ടുപിടിക്കാം. അപ്പൊ L എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള V എന്ന വെക്ടർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി L എന്ന ലൈനിന്റെ ഒരു പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ. അപ്പോ അത് പ്രധാനമാണ്. ടു ഫൈൻഡ് എ പോയിന്റ് ഓൺ L. അല്ലെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഒരേ ഒരു ബേസിക് ഫോർമുല എന്താണ്? ഒരു പോയിന്റും ആ പോയിന്റ്, ഒരു ലൈൻ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റും ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറുമാണ് വേണ്ടത് അല്ലെ. ടു ഫൈൻഡ് എ പോയിന്റ് ഓൺ L, to find a point on L, we observe that L must intersect the xy plane. L must intersect the xy plane. xy plane equation എന്താണ്? xy plane നമ്മൾ ഇക്വേഷൻ എപ്പോഴും പറയുമല്ലോ. xy plane equation z is equal to 0. അപ്പോൾ put z is equal to 0 in the first plane. ആരാ? 2x minus 4y plus 4z is equal to 6. എന്താവും? 2x minus 4y is equal to 6. അടുത്ത് z is equal to 0 in second plane. 6x plus 2y minus 3z is equal to 4, which implies 6x plus 2y is equal to 4. ഇത് രണ്ടും സോൾവ് ചെയ്താലോ. സോൾവിങ് 1 and 2, there are 2x minus 4y is equal to 6, 6x plus 2y is equal to 4 അല്ലേ. അപ്പോൾ കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരും. ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 2, x minus 2y is equal to 3 ആവും. സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ അതുപോലെ എഴുതുക. 6x plus 2y is equal to 4. ഇവ തമ്മിൽ ആഡ് ചെയ്താലോ. 6x plus x, 7x is equal to 7. 6x plus 7x is equal to 7, x is equal to 1. ഇനി എന്ത് ചെയ്യാം? x is equal to 1 എന്നുള്ളത് ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻസിൽ എവിടെയും കൊടുക്കാം. എന്താവും? x is equal to 1 in x minus 2y is equal to 3, 1 minus 2y is equal to 3, 2y is equal to 1 minus 3, 2y is equal to minus 2, y is equal to minus 1. അപ്പോൾ എക്സിന്റെ വാല്യൂ 1ഉം വൈന്റെ വാല്യൂ -1ഉം ഇസെറ്റിന്റെ വാല്യൂ 0 അല്ലേ. അപ്പൊ എന്താവും? ദാറ്റ് ഈസ് എന്തൊക്കെ കിട്ടി? എക്സ്
1y minus 1 and z is equal to 0. That is 1 minus 1 0 be a point on the required line. Point on the required line L. That is hence the equation of the line of intersection of two given planes. Hence the equation of the line of intersection of two given planes is എന്താണ് രണ്ട് planes intersect ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താണ് is the equation of line passing through ഏത് പോയിന്റ് equation of line passing through ഏത് പോയിന്റ് ആണോ 1 minus 1 0 and parallel to the vector. ഏത് വെക്ടറിന് പാരലൽ ആണ് നമ്മുടെ v എന്ന വെക്ടർ ഏതാ n1 cos n2 എന്നല്ലേ ആരാ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ at 4i plus 30j plus 28k 4i plus 30j plus 28k above. Then the required line is, then the equation of the line L is x is equal to 1 plus 4t, y is equal to minus 1 plus 30t, z is equal to 0 plus 28t. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ